ഗേസ്, ഇത് മുട്ടപ്പഴമാണ്, അതായത് പഴുത്ത നല്ല മുട്ടപ്പഴം. ഇത് ഒരു മുട്ടപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ മുട്ടപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ പോയാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. മുട്ടപ്പഴം ഒരു മുട്ടയെ പോലെയാണ് മുട്ടപ്പഴം ഇരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുക ഒന്ന് നോക്കാം. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് ഈ മുട്ടപ്പഴത്തെ തൊലി മാത്രം കളയണം കേട്ടോ, തൊലി എടുക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്തെ ഈ കാമ്പ് മാത്രമാണ് നമ്മൾ ജ്യൂസിനായി ഉപയോഗിക്കുന്നത്. ഞാൻ സ്പൂൺ കൊണ്ട് ഈ കാമ്പ് എടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഈ മുട്ടപ്പഴത്തിൻ്റെ കാമ്പ് മാത്രം ഇടുക. അത് തന്നെ ജസ്റ്റ് തൊലി എടുക്കാൻ പാടില്ല കേട്ടോ. തൊലി എടുക്കുമ്പോൾ അത് കയ്പ വരും. വെറും നല്ല ടേസ്റ്റ് ആയിട്ടാണ്. ഇതിന് മുകളിലത്തെ ആ കാമ്പ് മാത്രമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് മിക്സിൻ്റെ ജാറിലോട്ട് ഇടാം. കാണാൻ തന്നെ ഭയങ്കര രസമാണിത്. കാണുമ്പോൾ തന്നെ ഒരു മുട്ടയുടെ അകത്ത് ആ കാമ്പ് പോലെയാണ് ഇതിരിക്കുന്നത്. ഞാൻ അതിനെ ജാറിലോട്ട് ഇടുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കഷ്ണത്തിൻ്റെ മുകളിലത്തെ മാത്രം സ്പൂൺ കൊണ്ട് എടുത്ത് ജാറിലേക്ക് മാറ്റുക. ശേഷം ഞാൻ 2 സ്പൂൺ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത്. ഇത് ഞാൻ 1 ഗ്ലാസ്സിലുള്ള മുട്ടപ്പഴ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 2 സ്പൂൺ ഷുഗർ. പിന്നെ ഷുഗർ ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീമാണ് ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത്. വാനില ഐസ്ക്രീം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ 1 ഗ്ലാസ്സിനകത്തുള്ള ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ 1 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. 1 കപ്പ് പാൽ. ശേഷം നമുക്കിതിനെ മിക്സിയിൽ നന്നായിട്ട് ജ്യൂസ് അടിക്കാം. നമുക്കിതിനെ ഒന്ന് അടിച്ചു നോക്കാം. നമുക്കിതിനെ മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ് കേട്ടോ. വാവ്, ഞങ്ങളുടെ മുട്ടപ്പഴം ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.